അതാണ് അടുത്ത ബാബ്, ബാബു ദുആഇ ലിൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തന രംഗത്ത് അതെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, മുശ്രിക്കീങ്ങൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്നു. അതിൽ നമുക്ക് ഹദീസ് കാണാം. ഖദിമ തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വന്നു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. അലാ എന്ന വാചകത്തിന് മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. അലാ എന്ന വാചകത്തിന് അടുക്കൽ എന്നാണ് അർത്ഥം വെച്ചത്. ഇനിയിപ്പോ യദഹു അലാ സദ്രിഹി എന്ന ബുലൂഗുൽ മറാമിലെ ഹദീസ് കണ്ടിട്ട് നെഞ്ഞത്ത് കൈകൊണ്ടുവന്ന് വെക്കണ്ട. അലാ എന്നതിന് അടുക്കൽ എന്ന അർത്ഥമുണ്ട്. ഇവിടെ നബി തങ്ങളുടെ മേലെ കയറി വന്നു എന്നല്ല അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കയറി വന്നു എന്നാണ് ഇവിടുത്തെ അലാ എന്ന വാചകത്തിന് അർത്ഥം. നബി തങ്ങളുടെ സമീപത്ത് കയറി വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, തുഫൈൽ ഇബ്നു അംർ അത് അസദ് വ അബത്, ദൗസ് ഗോത്രക്കാർ, അവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, അവർ അതിനെതിരെ ആണ് നീങ്ങുന്നത്, അവർ തെറ്റുകൾ ചെയ്യുകയാണ്. ഫദുല്ലാഹ അലൈഹ, ആ ഗോത്രക്കാർക്കെതിരെ തങ്ങളൊന്ന് പ്രാർത്ഥന നടത്തണം. മുശ്രിക്കീങ്ങളാണ് അവർ, അവർക്കെതിരെ പ്രാർത്ഥന നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടാൻ. ഫദന്നന്നാസു അന്നഹു യദഉ അലൈഹിം, സഹാബികളൊക്കെ വിചാരിച്ച് ഇപ്പൊ നബി തങ്ങള് അതാ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നബി തങ്ങൾ എന്തിനായിരുന്നു? ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം, ദൗസിന് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണം അല്ലാഹ്, അവരെയും കൂടി ഞങ്ങളെ കൂടെ കൊണ്ടുവരണം അല്ലാഹ്. ദീനീ പ്രബോധനം നടത്തുന്ന ആളുകൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ ആളുകളെ ഇണക്കിയെടുക്കാനാണ് പ്രാർത്ഥനയടക്കം നടത്തേണ്ടത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പഠിപ്പിക്കുന്നതെന്ന് ഇമാം ഖസ്തലാനിയും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹും ഫത്ഹുൽ ബാരിയിലും അതേപോലെ ഇർശാദുസ് സാരിയിലും വിവരിച്ചതായി കാണാം. നേരത്തെ ബാബു ദുആഇ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് പ്രതികൂലമായി ദുആ ചെയ്തു എന്ന അധ്യായവും ബാബു ദുആഇ ലിൽ മുശ്രിക്കീങ്ങൾക്ക് അനുകൂലമായി ദുആ ചെയ്തു എന്ന അധ്യായവും രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇമാം ഖസ്തലാനിയും അത് വിശദീകരിച്ചതായി കാണാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥന നടത്തുന്നവർ പ്രാർത്ഥന നടത്താൻ. കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചിലപ്പോൾ ഞാൻ തന്നെയും ദുആ ചെയ്തതുണ്ടാകും, അതേപോലെ നമ്മൾ ആലിമീങ്ങൾ ദുആ ചെയ്തതുണ്ടാകും. അവരൊക്കെ വിവരമില്ലാത്തവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ദുആ ഉദ്ധരിച്ചുകൊണ്ട് അതേ മുസ്ലിം പണ്ഡിതന്മാര് പള്ളിയിൽ വെച്ച് അമുസ്ലിമീങ്ങൾക്കെതിരെ ബൗദ്ധായി വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ പോലുള്ള വിവരം കെട്ടവൻ ആ ഉദ്ദേശത്തിലും ആ അർത്ഥത്തിലും ചിലപ്പോൾ ആ പ്രാർത്ഥനയോ വേറെ പ്രാർത്ഥനയോ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത് നമുക്ക് ബാധകം അല്ല. മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന് ജീവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തതാണ് ബുഖാരിയിലുള്ളത്. അതേപോലെ ഇൽ അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ലഅനത്ത് ചെയ്യണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ലം മുബഅസ് ലആനൻ, എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യം ചെയ്യുന്ന കരുണയായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഹദീസും നമുക്ക് സഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അപ്പൊ നമ്മൾ എപ്പോഴും എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലി സംസാരിക്കാനും പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല. അത് അറബിയിലും മലയാളത്തിലും രണ്ടിയാതിയൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക, അറബി പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആരെങ്കിലും എവിടെങ്കിലും സുബ്ഹാനല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, നമ്മളെ ഇമാമിങ്ങൾ നമ്മളെ പണ്ഡിതന്മാര് ദ്വാരക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ മുറിച്ചിടാൻ നിൽക്കണ്ട, ഞാൻ തന്നെയും ദ്വാരുന്നുണ്ടാവും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന ദുആ അതൊരിക്കലും പൊതുവെ മൊത്തത്തിൽ ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ള ദുആയാണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. അത് ജാഹിദുൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ ഖാതിലുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ ഇനി വഖ്തുലുൽ മുശ്രിക്കീൻ എന്ന് തന്നെ കണ്ടാൽ അവിടെയും
അവിടെയൊന്നും അർത്ഥം എല്ലാവരോടും എന്നാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് യുദ്ധമുഖത്തുള്ള സംസാരവും യുദ്ധമുഖത്തുള്ള ശൈലിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടില്ലേ നിങ്ങൾ, മുസ്ലിമായ അതേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളും കൂടിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, ബഹുദൈവ വിശ്വാസിനിയായ മാതാവ് സമീപത്ത് വന്നപ്പോൾ നബി തങ്ങളോട് ചോദിക്കുന്നു, ഞാൻ മുശ്രിക്കാത്തായ നിലക്ക്, ബഹുദൈവ വിശ്വാസിനിയായ നിലക്ക് എന്റെ അമ്മ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ? മഹദിയായ അസ്മാ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, സലീഹ, അവർക്ക് ഗുണം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പട്ടിന്റെ വസ്ത്രം പുറത്തിങ്ങനെ കണ്ടപ്പോ, അത് തങ്ങൾ ധരിച്ചാല് നല്ല ഭംഗിയുണ്ടാവും, നല്ല സദസ്സിലൊക്കെ പങ്കെടുക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ ഭാഗ്യമില്ലാത്തവനെ അത് ധരിക്കുള്ളൂ. അപ്പൊ അതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, ആ പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടിന്റെ വസ്ത്രം ഒരാൾ ഹദിയ കൊണ്ട് കൊടുത്തു. ഹദിയ കിട്ടിയപ്പോ അത് അങ്ങനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ചു. അങ്ങനെ കൊടുത്തയച്ചപ്പോൾ ആ വസ്ത്രം കിട്ടി. ഉമർ ഇബ്നുൽ ഖത്താബിന് പേടിയായി, വിറച്ചു. ആഖിറത്തിൽ ഭാഗ്യമുള്ളവനെ ധരിക്കൂല എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇത് കൊടുത്തയച്ചില്ലേ, അപ്പൊ എനിക്കാകില്ല ആഖിറത്തിൽ ഭാഗ്യമില്ലേ എന്ന നിലക്ക് ഉമർ റളിയല്ലാഹു പേടിച്ചു വിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്നു. നബി തങ്ങളോട് അത് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ധരിക്കാനല്ല കൊടുത്തയച്ചത്, നിങ്ങൾക്ക് ധരിക്കാനല്ല കൊടുത്തയച്ചത്. അപ്പൊ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹുവിന് ബഹുദൈവ വിശ്വാസിയായ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് ഹദിയയായി കൊടുത്തയച്ചു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. ബഹുദൈവ വിശ്വാസികളോട് വർഗീയത കാണിക്കണം എന്ന് മൊത്തത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ബുഖാരിയിലില്ല, മുസ്ലിമില്ല, ഖുർആനിലില്ല, ഒരു സ്ഥലത്തുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച വന്നു. മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. അത് എന്താണ്? ഫുറൂഇയ്യാത്ത് കൊണ്ടുള്ള തക്ലീഫ്, അതായത് ശാഖാപരമായ വിഷയങ്ങളിലുള്ള കൽപ്പന, അത് മുസ്ലിമിനോടുള്ളതുപോലെ അവിശ്വാസിയോടും ഉണ്ട് എന്നല്ലേ? അതായത് നിസ്കരിക്കണമെന്ന് അമുസ്ലിം സഹോദരന്മാരോട് കൽപ്പന ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിസ്കരിക്കാത്ത വകയിൽ അല്ലാഹു തആല അവരൊന്നും ചെയ്യൂല ആഖിറത്തിൽ വെച്ച് എന്നല്ലല്ലോ. അതേസമയത്ത് ഒരു മുസ്ലിമായിട്ട് നിസ്കരിക്കണം എന്നാണ്, മുസ്ലിമാകാതെ നിസ്കരിക്കണം എന്ന് കൽപ്പനയില്ല എന്നാണ്. അങ്ങനെയാകുമ്പോൾ ഈ വസ്ത്രം ധരിക്കാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറ്റൂലല്ലോ എന്ന് ഒരു സംശയം ചിലർ ഉന്നയിച്ചു. അതിന് ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു പോലെ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഐനി റളിയല്ലാഹു അൻഹു പോലെ പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകി. അത് ധരിക്കാനാണ് കൊടുത്തയച്ചത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ മുശ്രിക്കിന് ധരിക്കാനാണ് എന്നാരാ പറഞ്ഞത്? ആ മുശ്രിക്കിന് ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യക്ക് കൊടുത്തൂടെ? ഭാര്യക്ക് പട്ടുവസ്ത്രം ധരിക്കാലോ, അതുപോലെ തന്നെ വേറെ ഉപയോഗത്തിന് ഉപയോഗപ്പെടുത്താലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ധരിക്കാനാണ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും വർഗീയത എന്ന് പറയുന്ന ഒരു അജണ്ട മുസ്ലിമീങ്ങൾക്കില്ല, മുസ്ലിം പണ്ഡിതന്മാർക്കില്ല, പരിശുദ്ധ ഖുർആനിലില്ല, ഹദീസിലില്ല. അപ്പോൾ പിന്നെ ഖുർആനിലോ ഹദീസിലോ നേരത്തെ പറഞ്ഞതുപോലുള്ള വല്ലതും കണ്ടാൽ, അൽ മുശ്രിക്കീന എന്ന പ്രയോഗത്തിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ അതിന്റെയൊക്കെ അർത്ഥം ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും വളഹറു അലാ ഇഖ്റാജികും അൻ തവല്ലഹും വമൻ യതവല്ലഹും ഫൗലൈക ഹുമുൽ ളാലിമൂൻ. സൗഹൃദം പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞത്, ഹദീസ് പഠിപ്പിച്ചത് അത് ആരോടാണ്? ഖാതലൂകും ഫിദ്ദീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായ വകയിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരുന്നവർ, വഅഖ്റജൂകും മിൻ ദിയാരികും, നിങ്ങളെ നാടുകളിലും വീടുകളിലും താമസിക്കാൻ അനുവദിക്കാത്തവർ, വളഹറു അലാ ഇഖ്റാജികും, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്നവർ, അൻ തവല്ലൗഹും, അവരോട് സൗഹാർദ്ദം പാടില്ല എന്നാണ് പറഞ്ഞത് ഖുർആനിൽ. അല്ലാതെ മറ്റുള്ളവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു കുഴപ്പവുമില്ല. അതാണ് അതിന്റെ നേരെ മുമ്പത്തെ ആയത്തിൽ, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മറ്റുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന, ഈ ബഹുസ്വര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ, അവരോട് സൗഹൃദത്തിലാണ് ജീവിക്കേണ്ടത്. അവർക്കും കൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിന്റെ ഇണക്കം മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലാണ് നമ്മൾ ദീൻ പ്രചരിപ്പിക്കേണ്ടത്.